സൗകര്യങ്ങൾ കൂടുമ്പോൾ ബന്ധങ്ങൾ കുറഞ്ഞു പോകുന്ന. അപ്പൊ നമ്മൾ ബോധപൂർവ്വം ബന്ധം ഉണ്ടാക്കണം. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ എന്റെ ഉമ്മ 3 കിലോമീറ്റർ അപ്പുറത്താണ് ഉമ്മാന്റെ തറവാട്. ഒരു വാഹനം ഇല്ലാത്ത കാലത്ത് ഉമ്മ നടന്നു പോകുകയായിരുന്നു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വല്യമ്മാനെ കാണാൻ. എന്റെ ഭാര്യന്റെ വീടും 3 കിലോമീറ്റർ അപ്പുറത്താണ്. അവക്കുണ്ട് വണ്ടി, എനിക്കുണ്ട് വണ്ടി, പക്ഷെ നേരല്ല. സൗകര്യം കൂടുമ്പോൾ നേരം ഉണ്ടാവാ വേണ്ടി, പക്ഷെ നമുക്കില്ലാതായത് നേരമില്ലാതായത്. അതാണ് സൗകര്യം കൂടുമ്പോൾ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ചെറിയ വീടും കുറച്ച് ആൾക്കാരും മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അത്ര നല്ല ബന്ധം ഈ സൗകര്യങ്ങളൊക്കെ ഇപ്പൊ വന്നപ്പോ ഇല്ല. ഒക്കെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് മാറി. ഇനി വീട് എന്ന് പറഞ്ഞ ഗ്രൂപ്പും കൂടി ഉണ്ടാവാനുള്ളൂ. ഉമ്മ അഡ്മിൻ ആയിട്ടൊരു ഗ്രൂപ്പ്, വീട്, വാപ്പ സെക്കൻഡ് അഡ്മിൻ, മക്കളൊക്കെ മെമ്പർമാർ. അടുത്ത് വരും ഉമ്മ ഗ്രൂപ്പിലൂടെ ചോറായിട്ടോ. അപ്പൊ വാപ്പ ചോദ്യം, എന്താ കറി? മോന് തലേ കൈവെക്കുന്ന സ്മൈലി, മോൾ ഓടുന്ന സ്മൈലി, അതും കൂടിയേ വരാനുള്ളൂ. സൗകര്യം കൂടുമ്പോൾ നമ്മൾ ബോധപൂർവം ബന്ധം ഉറപ്പിക്കണം. അതിനാണ് ഇത്തരം കൂട്ടായ്മ ഉണ്ടാക്കുന്നത്. അതിന് നിങ്ങൾ വീട്ടിൽ ഇന്നു മുതൽ ചെയ്യേണ്ട ഒരു സുന്നത്തുണ്ട്: ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം.